ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് മഷ്റൂം. അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മൾ സ്പൈസി മഷ്റൂം മസാലയൊക്കെ വാങ്ങുമല്ലോ, അതുപോലെ ചെന്ന് നമ്മൾ ഓർഡർ കൊടുത്ത് വാങ്ങുന്ന അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മഷ്റൂം മസാല. സംഭവം നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. മഷ്റൂമിന് അധികം വേവൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ നോൺ വെജുകാർ ബീഫൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. ഞാനൊരു പീസ് എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല കറക്റ്റായിട്ട് വരും. അത് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ചില നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈൽ കഴിക്കുന്നതിനൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് അപ്പത്തിനാണെങ്കിലും ദോശയ്ക്കോ അതുപോലെ ചോറിനോ ചപ്പാത്തി നാൻ എന്തിൻ്റെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മഷ്റൂം മസാല, അതായത് സ്പൈസി ആയിട്ടുള്ള മഷ്റൂം മസാലയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഒരു 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ചെറിയ തക്കാളിയാണ്, നല്ലപോലെ പ്യൂരിയാക്കി എടുത്തതാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളകും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് സ്പൈസസ് വേണം, അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഫസ്റ്റ് ഇതിന് വേണ്ട മസാലകളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെയും നമ്മൾ ഗരം മസാല ചേർക്കും, ഇപ്പോൾ ഇത്രയും നമ്മൾ ചേർക്കുന്നുള്ളൂ. ശകലം കസ്തൂരി മേത്തിയാണ്, ഇപ്പം ഉലുവയുടെ ഇലയാണ്, അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഇത്രയുമാണ് നമ്മുടെ മസാല. പിന്നെ ഇവിടുത്തെ എരിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ എരിയുടെ അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് എരിവയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. പാൻ വെച്ചിട്ട് ഞാനൊരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലല്ല നമ്മളിത് ചെയ്യുന്നത്, ഇത് സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ബട്ടറിലും ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ഒരു 2 പീസ് പട്ടയും, ഒരു ചെറിയ പീസ് പട്ടയും, അതുപോലെ തന്നെ 2 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ടയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പം നമ്മുടെ ടൊമാറ്റോ അരച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോ പ്യൂരിയും അതുപോലെ തന്നെ ഈ ഉള്ളിയും കൂടി കിടന്ന് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരണം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നെയ്യ് തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടൊമാറ്റോ പ്യൂരിയൊക്കെ ഇതാണ്ട് വെള്ളമെല്ലാം പറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയുടെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ജീരകം ആണെങ്കിൽ ആദ്യമേ നമ്മൾ ഇടണം, ജീരകപ്പൊടിയാണെങ്കിൽ ഇപ്പം ചേർത്താൽ മതി. അപ്പോഴേക്കും ചേർക്കാഞ്ഞത് ജീരകത്തിൻ്റെ മണം അങ്ങ് പോവും, അതുകൊണ്ടാണ് അത് ചേർത്ത് വയ്ക്കാഞ്ഞത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് എരി കുറവാണെങ്കിൽ പിന്നെയും നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചേർക്കാം, എരിക്കനുസരിച്ച് ചേർക്കാം. ഞാൻ ഇവിടുത്തെ എരിക്കനുസരിച്ചാണ് ചേർത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തർക്കുള്ള ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
നല്ല പോലെ ഇതൊന്ന് പച്ചമണം മാറി വരണം. ഇപ്പോഴാണ് നമ്മുടെ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇടത്തില്ല, ലാസ്റ്റാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അതൊരു ഗ്രീൻ കളർ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പച്ചമുളക് ലാസ്റ്റ് നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതങ്ങ് പോകും. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറഞ്ഞ തീയിൽ തന്നെയാണ് നമ്മൾ വെച്ചേക്കേണ്ടത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ ഈ മഷ്റൂമിൽ നിന്നുള്ള വെള്ളമെല്ലാം കറക്റ്റായിട്ട് ഇറങ്ങി ഗ്രേവിയിൽ വരും. അതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മഷ്റൂമിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂട് വെള്ളമാണ് നമ്മൾ കറിയിലേക്ക് ഒഴിക്കേണ്ടത്. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വരണം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം, എത്രത്തോളം ഉപ്പുണ്ടെന്ന് അറിയണമല്ലോ. ഉപ്പ് വേണോ വേണ്ടതെന്ന് അറിയാനായിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു ശകലവും കൂടി ഉപ്പ് വേണം, കുറച്ചും കൂടി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഞാനൊരു 6-7 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ടൊരു കിട്ടും. അതിൻ്റെ കുറച്ച് നമുക്കിതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂ പേസ്റ്റ് ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ല പോലെ ഒന്ന് തിക്കാവും. അപ്പോൾ അതനുസരിച്ച് വേണം പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളത് നോക്കാനായിട്ട്. ഇപ്പം തന്നെ ഇതൊന്ന് കുറുകി വരും ഇത് ഒഴിക്കുമ്പോഴത്തേക്ക്. ലാസ്റ്റ് നമുക്ക് ഒരു ശകലം ഗരം മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കസ്തൂരി മെത്തി, കുറച്ച് മതി. നമുക്കതിൻ്റെ ഫ്ലേവർ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന സ്പൈസി ആയിട്ടുള്ള മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ഇട്ടില്ലെന്നേ ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം, അതൊന്നും ഒരു പ്രോബ്ലം അല്ല. അപ്പം നമ്മുടെ കറിയുടെ ലാസ്റ്റ് ഞാൻ കറക്റ്റാണോ ഉപ്പൊക്കെ നിങ്ങൾ നോക്കട്ടെ. തിക്കായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റാണ് ഉപ്പൊക്കെ. അതുപോലെ തന്നെ മഷ്റൂമും കറക്റ്റായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വേവൊന്നുമില്ല മഷ്റൂമിന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഉടനെ നമുക്ക് പുതിയൊരു വീഡിയോയിലിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.